ഹലോ, അതെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേ കുഞ്ഞു നന്ദൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാം കേട്ടോ. ശ്രീയേട്ടൻ്റെ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ വേലയുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ ബാഗൊക്കെ എടുത്ത് ഓട്ടോയിലാട്ടോ പോകുന്നു. ശ്രീയേട്ടൻ വന്നിട്ടില്ല, വൈകിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് പോവാണ്. ഓട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. പടിഞ്ഞാറക്കര കൂട്ടായി ആ ഭാഗത്താണ് ചേച്ചിയുടെ വീട്. പടിഞ്ഞാറക്കര എന്ന് പറയും, അവിടെ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഓട്ടോയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വരവൊക്കെ പോകണം, അതാണ് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരവൊക്കെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റോഡിൻ്റെ അവിടെ പോയി ഞങ്ങൾ കാണുകയായിരുന്നു. കുഞ്ഞിനൊരിച്ചിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേട്ടപ്പോഴേ അപ്പോൾ ആൾ തീരെ താഴ്ത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ റോഡ് നടക്കിയിരുന്നു, ആരടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ ഏരിയയിൽ നിന്ന് വേറെ വരവുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വരവായിരുന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് കുറച്ച് ഹൊററായിട്ടുള്ളൊരു വരവായിരുന്നു. കുട്ടികളൊക്കെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. പിന്നെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഉറക്കം വരുന്നുണ്ടായിന്, ഭയങ്കര ഹാപ്പി. ഞങ്ങളവിടുന്ന് അവിടുന്ന് ഇതാണ് കേട്ടോ കുഞ്ഞിന് വാങ്ങിച്ചത്, ഒരു പൂച്ചക്കുട്ടീനെ. അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഭക്ഷണം കൊടുക്കലും അതിനായിട്ട് നടക്കൽ തന്നെയായിരുന്നു പണി. അപ്പോൾ അത്രയുള്ളൂ.